അക്വേഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ ആസിഡ് ഹൈഡ്രോളിസിസ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറയാം, എന്താണ് അക്വേഷൻ എന്ന് പറയുമ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു ലിഗാൻ്റെ ഒരു കോംപ്ലക്സിൽ നിന്ന് H2O അതിനെ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഉണ്ടാകുന്ന ആ ഒരു റിയാക്ഷനാണ്, വാട്ടർ മോളിക്യൂൾ ലിഗാൻഡിനെ റീപ്ലേസ് ചെയ്യുന്ന റിയാക്ഷനാണ് അക്വേഷൻ അല്ലെങ്കിൽ ആസിഡ് ഹൈഡ്രോളിസിസ് എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ മെക്കാനിസം 3 ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലുള്ള ഇനർട്ട് ലിഗാൻഡ് പൈ ഡോണറോ പൈ ആക്സെപ്റ്ററോ അല്ലാതെ ഉള്ള സാധാ ഒരു ലിഗാൻഡാണെങ്കിൽ, ഇനർട്ട് ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്ന ലിഗാൻഡ് അല്ലാതെ മെറ്റൽ അയണിനോട് റിയാക്റ്റൻ്റ് എടുത്താലും പ്രോഡക്റ്റ് എടുത്താലും അതിൻ്റെ കൂടെ നിൽക്കുന്ന ലിഗാൻഡ്, അതായത് ആ ലിഗാൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അണ്ടർഗോ ചെയ്യുന്നില്ല, ജസ്റ്റ് ആ കോംപ്ലക്സിൽ ഇരിക്കുന്നേ ഉള്ളൂ, വേറൊരു ലിഗാൻഡ് ആയിരിക്കും ഉണ്ടാവുക. അതിനപ്പോൾ ഈ ലിഗാൻഡ് എന്താ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത പോലെ നിൽക്കുന്നതുകൊണ്ട് നമ്മളതിന് ഇനർട്ട് ലിഗാൻഡ് എന്ന് പറയും. അപ്പോൾ ആ ഇനർട്ട് ലിഗാൻഡ് ഒരു പൈ ഡോണറോ പൈ അക്സെപ്റ്ററോ ഒന്നും അല്ല, സാധാ ഒരു ലിഗാൻഡായിട്ട് വെറുതെ നിൽക്കുന്ന കേസിലുള്ള മെക്കാനിസമാണ് ആദ്യം പറയുന്നത്. നമ്മൾ SN1 മെക്കാനിസമാണ് നടക്കുന്നതെന്ന് വിചാരിക്കുക. ഇപ്പോൾ എന്താണ് 2 സ്റ്റെപ്പ് ഉണ്ടായിരിക്കും. ഒന്നാമത്തെ 2 സ്റ്റെപ്പല്ല, ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ സ്ലോ റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ്. അതിലെന്ത് സംഭവിക്കും, SN1 എന്ന് പറയുമ്പോൾ ഡിസോസിയേറ്റീവ് മെക്കാനിസമാണ്. അപ്പോൾ ആദ്യം ആ കോംപ്ലക്സ് ഡിസോസിയേറ്റ് ചെയ്യും, എക്സ് പുറത്തേക്ക് വരും. പിന്നീട് ആ ഇൻ്റർമീഡിയറ്റ് MA5 എന്ന് പറയുന്ന ഇൻ്റർമീഡിയറ്റിലേക്ക് വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്യുന്ന ഫാസ്റ്റ് സ്റ്റെപ്പാണ് അക്വേഷൻ്റെ സ്റ്റെപ്പ്. എന്നിട്ട് എക്സിനെ റീപ്ലേസ് ചെയ്തിട്ട് പകരമാണ് H2O മോളിക്യൂൾ വരും. അപ്പോൾ ഇതിലുണ്ടാകുന്ന ഒരു 5 കോർഡിനേറ്റഡ് കോംപ്ലക്സ് ആണ്. 6 കോർഡിനേറ്റഡിൽ നിന്ന് ഇൻ്റർമീഡിയറ്റ് എന്തായി 5 കോർഡിനേറ്റഡ് കോംപ്ലക്സ് ആയിട്ട് മാറി. പിന്നെ ആ ഇൻ്റർമീഡിയറ്റ് ഉണ്ടായതിനു ശേഷം ഫാസ്റ്റായിട്ട് വാട്ടറായിട്ട് റിയാക്ട് ചെയ്തിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ റേറ്റ് ഇക്വേഷൻ എന്താ എഴുതാം, റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് സ്ലോ സ്റ്റെപ്പിൻ്റെ റേറ്റ് ഇക്വേഷൻ ആയിരിക്കും. ഇതിൽ റിയാക്റ്റിൻ്റെ ഒരെണ്ണേ ഉള്ളൂ, MA5X. അപ്പോൾ റേറ്റ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ K1 കോൺസെൻട്രേഷൻ ഓഫ് MA5XN+ ആയിരിക്കും. ഇതേപോലെ SN2 മെക്കാനിസം ആണ് നടക്കുന്നത് വെച്ചാൽ എന്താണ് സംഭവിക്കുക, ആദ്യം അസോസിയേഷനാണ് സംഭവിക്കുക. അപ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ വാട്ടർ മോളിക്യൂൾ അറ്റാച്ച് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും, ഇൻ്റർമീഡിയറ്റ് എന്ന് പറഞ്ഞാൽ 7 കോർഡിനേറ്റഡ് കോംപ്ലക്സ് ആവും. പിന്നീട് അടുത്ത സ്റ്റെപ്പിൽ ഫാസ്റ്റായിട്ട് ലീവിങ് ഗ്രൂപ്പ് എക്സ് നമ്മുടെ ലീവിങ് ഗ്രൂപ്പ് ലീവായി പോയിട്ട് കോംപ്ലക്സ് ഫോർമേഷൻ നടക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും, അപ്പോൾ നമുക്ക് അക്വേറ്റഡ് പ്രൊഡക്റ്റ് ആണ് കിട്ടുക. അല്ല, രണ്ടിൽ അക്വേറ്റഡ് പ്രൊഡക്റ്റ് തന്നെ, പ്രൊഡക്റ്റ് നമ്മൾ അക്വേഷൻ ആയതുകൊണ്ട് അക്വേറ്റഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മാത്രം. ഇപ്പോൾ ഇതിൽ നോക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഈ സ്ലോ സ്റ്റെപ്പിൽ 2 മോളിക്യൂളിൻ്റെ പാർട്ടിസിപ്പേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, K2 കോൺസെൻട്രേഷൻ ഓഫ് MA5XN+ പ്ലസ് H2O കോൺസെൻട്രേഷനും കൂടെ വരും. പക്ഷേ നമ്മൾ H2O എന്ന് പറയുന്ന അക്വേഷൻ റിയാക്ഷൻ ആയതുകൊണ്ടും H2O സോൾവെൻ്റ് ആയതുകൊണ്ടും എന്താണ് കുറേ എമൗണ്ട് ഉണ്ടാവും H2O മോളിക്യൂൾസ്. നമ്മൾ എന്താ ചെയ്യാറ്, സാധാരണ H2O മോളിക്യൂളിൻ്റെ കോൺസെൻട്രേഷൻ കോൺസ്റ്റൻ്റ് ആക്കി വെക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് K2 എന്നതിന് പകരം നമ്മൾ K2 ഈ H2 പകരം നമുക്ക് കോൺസ്റ്റൻ്റ് എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ഈ 2 കോൺസ്റ്റൻ്റോട് കമ്പൈൻ ചെയ്ത് പോലെ K2' നമുക്ക് ജസ്റ്റ് എഴുതാം കോൺസെൻട്രേഷൻ ഓഫ് MAXN ടൈംസ്. അപ്പോൾ ഈ SN1 നോക്കുകയാണെങ്കിലും SN2 നോക്കുകയാണെങ്കിലും എന്താ പ്രത്യേകത, രണ്ടും ഏകദേശം റേറ്റ് ഇക്വേഷൻ ഒരുപോലെയാണ്. അപ്പോൾ സിമിലർ പാത്വേസ് ഓഫ് അക്വേഷൻ ആണ്. അപ്പോൾ അക്വേഷൻ്റെ റിയാക്ഷൻ നമുക്ക് ഈ 2 കാര്യം, അതായത് ഈ ഒരു കോംപ്ലക്സ് ഈ MA5X എന്ന് പറഞ്ഞ കോംപ്ലക്സിൻ്റെ കോൺസെൻട്രേഷൻ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. പക്ഷേ എന്താണ് പ്രത്യേകത, ഈ റിയാക്ഷൻസ് വെച്ചിട്ട് ഈ 2 മെക്കാനിസം വെച്ചിട്ട് നമുക്ക് SN1 ആണോ SN2 എന്ന് പറയാൻ പറ്റും. കാരണം റേറ്റ് ഇക്വേഷൻ ഏകദേശം സെയിം ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചധികം ഫാക്ടേഴ്സ്, ഈ അക്വേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇതിൽ ഞാൻ ജസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്, ഈ ഫാക്ടേഴ്സ് നമ്മൾ പറയുന്ന 6 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അക്വേഷൻ്റെ ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫുൾ എക്സ്പ്ലനേഷൻ വെച്ച് ചെയ്യണം. ചിലപ്പോൾ ADI മെക്കാനിസം ഇല്ല, അസോസിയേറ്റീവ് ഡിസോസിയേറ്റീവ് ഇൻ്റർചേഞ്ച്, ആ മെക്കാനിസത്തിനെയും ഈ ഫാക്ടേഴ്സ് ചോദിക്കും. അപ്പോൾ ഇതിൽ ജസ്റ്റ് പോയിന്റ്സ് മാത്രമേ, അത് എക്സ്പ്ലനേഷൻ അല്ല. കാരണം ഇത് H2O മോളിക്യൂളിൻ്റെ ആണല്ലോ പറയാം അക്വേഷന്, അവിടെ H2O മോളിക്യൂൾ അല്ല എല്ലാം കോമൺ ആയിട്ടല്ല പറയാം. അപ്പോൾ ജസ്റ്റ് ഈ ഹെഡിങ്ങുകൾ പോയിന്റ് ആക്കിയിട്ട് എഴുതിയാൽ മതി. എക്സ്പ്ലനേഷൻ ഇപ്പോൾ അക്വേഷൻ എന്ന് പറയുന്ന ടേം ഉൾപ്പെടാത്ത റിലേഷൻഷിപ്പ് അങ്ങനെ നിങ്ങൾക്കാണെങ്കിൽ അതൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. പക്ഷേ അക്വേഷൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിലെഴുതാൻ പാടില്ല. ജസ്റ്റ് ഫാക്ടേഴ്സ് ചോദിക്കുകയാണെങ്കിൽ എന്താ പറയുക, നമ്പർ ഇട്ടിട്ട് ജസ്റ്റ് പോയിന്റ്സ് ആക്കിയിട്ട് എഴുതി വെച്ചാൽ മതി. അപ്പോൾ ഇതിൽ അക്വേഷൻ്റെ ചോദിക്കുകയാണെങ്കിൽ, അക്വേഷൻ്റെ ഫാക്ടേഴ്സ് ചോദിക്കുകയാണെങ്കിൽ, അക്വേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുകയാണെങ്കിൽ ഈ ഫാക്ടേഴ്സ് എഴുതണം. അപ്പോൾ എന്താണ് മാർക്ക് അനുസരിച്ച്. അപ്പോൾ ഇതിൽ ഫുൾ എക്സ്പ്ലനേഷൻ വിത്ത് കോംപ്ലക്സ് എഴുതണം. ഞാൻ മാക്സിമം ഷോർട്ടാക്കിയിട്ടുണ്ട്, പക്ഷെ എന്നാലും അത്യാവശ്യം ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് സബ്സ്ട്രേറ്റുമേലെ ഉള്ള ചാർജാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, പോസിറ്റീവ് ചാർജ് ഇൻക്രീസ് ചെയ്യും തോറും റേറ്റ് ഓഫ് അക്വേഷൻ കുറയും. കോംപ്ലക്സ് മറ്റ് ചാർജ് പോസിറ്റീവ് ചാർജ് കൂടുന്തോറും അക്വേഷൻ്റെ റേറ്റ് കുറഞ്ഞു വരികയാണ് ചെയ്യുക. അതായത് ചാർജ് കുറവുള്ള സമയത്താണ് ഏറ്റവും കൂടുതൽ അക്വേഷൻ സ്പീഡിൽ നടക്കുക. ചാർജ് കൂടുന്തോറും സ്പീഡ് കുറഞ്ഞു വരും.
അപ്പോൾ ഇതിൽ നോക്കി നോക്കുക, ഒരു എക്സാമ്പിളാണ് ഈ 2 കോംപ്ലക്സ് വെച്ചിട്ട് നോക്കുക. സിസ് കോബാൾട്ട് മെറ്റൽ വരുന്നതിൽ എത്തിലഡയമീനും ക്ലോറിനാണ് ലിഗാൻസ്, മറ്റേതിൽ എന്ത് വരും, ഒരു H2 മോളിക്യൂൾ ഇൻക്ലൂഡ് ആണ്. ഇത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ ഒരു പ്ലസ് ചാർജ് മാത്രമേ, ഇവിടെ പ്ലസ് ചാർജ് മാത്രമുള്ള, ഇവിടെ ആണെങ്കിൽ 2+ ആണ്. അപ്പോൾ ചാർജ് കൂടിയപ്പോൾ എന്ത് സംഭവിച്ചു, ആദ്യത്തെ കോംപ്ലക്സ് രണ്ടാമത്തെ കോംപ്ലക്സിനേക്കാളും 100 ടൈംസ് ഫാസ്റ്റർ ആയിട്ടാണ് റേറ്റ് ഓഫ് അക്വേഷൻ കേട്ടോ, അക്വേഷൻ്റെ റേറ്റ് മാത്രമാണ് പറയുന്നത് നടക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു റിയാക്ഷൻ നോക്കുകയാണെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് നടക്കും, ഈ റിയാക്ഷൻ ആണെങ്കിൽ സ്ലോ ആയിട്ടാണ് നടക്കുക. അതായത് പ്ലസ് ഉള്ളത് ഫാസ്റ്റും 2+ ഉള്ളത് സ്ലോ ആയിട്ടാണ് നടക്കുക. അപ്പം വേറെ ഇതിന് കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. നമുക്കിപ്പോൾ RuCl6 3- പറയുന്ന കോംപ്ലക്സ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റ് 1.0 സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. പിന്നെ ഈ Ruൻ്റെ തന്നെ 0 വരുന്ന കേസ് 2.1 ആയി, 2+ വരുന്ന കേസ് 10⁻⁻8 ആയി സെക്കൻഡ് ഇൻവേഴ്സ്. അപ്പോൾ ഇത് മൈനസ് ആണ് 10⁻². അപ്പോൾ അതിനർത്ഥം എന്താ, റേറ്റ് കോൺസ്റ്റൻറ്റ് മറ്റേ ചാർജ് കൂടുന്തോറും റേറ്റ് കോൺസ്റ്റൻറ്റ് റേറ്റ് ഓഫ് അക്വേഷൻ കുറഞ്ഞു വരികയാണെന്നാണ് അർത്ഥം. അപ്പം ഇപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ SN1 ആണോ 2 ആണോ നമുക്കറിയില്ല. പക്ഷേ ഇതിൽ ഈ ഒരു ഫാക്ടർ നമ്മൾ എടുക്കുന്ന സമയത്ത് ഡിസോസിയേറ്റീവ് SN1 മെക്കാനിസമാണ് ഫേവർ ചെയ്യുന്നത്. കാരണം പോസിറ്റീവ് ചാർജ് കൂടുന്തോറും ഡിസോസിയേഷൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാക്കാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഡിസോസിയേറ്റീവ് SN1 മെക്കാനിസം വഴിയാണ് നടക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് SN2 ആണ് നടക്കുന്നത് വെച്ചെങ്കിൽ എന്ത് സംഭവിക്കും, പോസിറ്റീവ് ചാർജ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കേസിൽ ഈ പോസിറ്റീവ് ചാർജിൻ്റെ ഇൻക്രീസ് റേറ്റിനെ വലിയ കാര്യമായിട്ട് ബാധിക്കില്ല. SN1 നടക്കുന്നത് വെച്ചാൽ ബാധിക്കും. ഈ പറഞ്ഞ പോലെ ചാർജ് കൂടുമ്പോൾ റേറ്റ് കുറയും. പക്ഷേ SN2 പാത്ത് ആയിരുന്നെങ്കിൽ ഇത് സംഭവിക്കും, ഈ പോസിറ്റീവ് ചാർജിൻ്റെ ഇൻക്രീസ് ഈ റേറ്റിൽ വലിയ മാറ്റമൊന്നും നടത്തില്ല. കാരണം എന്താ വെച്ചാൽ ആ സമയത്ത് പോസിറ്റീവ് ചാർജ് കൂടുന്ന സമയത്ത് MX ബോണ്ടിൻ്റെ ബ്രേക്കിംഗ് ഡിസോസിയേഷൻ ബുദ്ധിമുട്ടാക്കും. അതേസമയം മറ്റേ MH2 ബോണ്ട് ഫോർമേഷൻ എളുപ്പമാക്കും. അപ്പോൾ ഒരേ സമയത്ത് 2 പോസിബിലിറ്റി ഇവിടെ ഉണ്ട്, ഫോർമേഷനും ഉണ്ട് ബ്രേക്കിങ്ങും ഉണ്ട്. അപ്പോൾ ആ സമയത്ത് എന്താണ് പ്രത്യേകത, 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നടക്കുന്ന കാരണം അത് രണ്ടും നമ്മൾ ക്യാൻസൽ ആവും. അതുകൊണ്ട് റേറ്റ് ഓഫ് അക്വേഷൻ വലിയ വ്യത്യാസം ഉണ്ടാവില്ല, അക്വേഷൻ്റെ റേറ്റിന് ചേഞ്ച് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് SN2 ആണെങ്കിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. SN1 ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ നടക്കും. SN1 അങ്ങനെ പറയാൻ കാരണം എന്താ, മറ്റേ പോസിറ്റീവ് ചാർജ് കൂടുമ്പോൾ ഈ കോംപ്ലക്സിൻ്റെ ഉള്ളിൽ അറ്റാച്ച്മെൻറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ഡിസോസിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ നോക്കുന്ന സമയത്ത് നമ്മൾ ആദ്യത്തേന് ഫാസ്റ്റായിട്ടും രണ്ടാമത്തേന് സ്ലോ ആയിട്ടാണ് നടന്നത്. അപ്പോൾ ഈ സ്ലോ ആയിട്ട് നടക്കാൻ കാരണം എന്താണ്, ആദ്യത്തെ കേസിൽ പോസിറ്റീവ് ചാർജ് പ്ലസ് ചാർജ് ആണ്. അപ്പോൾ അതിൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഡിസോസിയേഷൻ കുറച്ച് സ്ലോ ആയിട്ട് നടക്കുക. അപ്പോൾ അതിൻ്റെ റേറ്റ് നമ്മൾ നോക്കി. അടുത്ത റിയാക്ഷൻ നോക്കുന്ന സമയത്ത് ചാർജ് കൂടി, അപ്പോൾ കുറച്ചും കൂടെ സ്ലോ ആയിട്ടാണ് നമുക്ക് റേറ്റ് ഓഫ് അക്വേഷൻ കിട്ടിയത്. ആ സ്ലോ ആവാൻ കാരണം എന്തായിരിക്കും, അസോസിയേഷൻ പ്ലസ് ചാർജ് കൂടുന്തോറും അതിൻ്റെ ഉള്ളത്തെ അറ്റാച്ച്മെൻറ്റ് കൂടിയപ്പോൾ ഡിസോസിയേഷൻ ബുദ്ധിമുട്ടായി. അപ്പോൾ അതിനർത്ഥം എന്താ, 2 റിയാക്ഷൻ സെയിം സാധനങ്ങളാണ്, റേറ്റ് മാറാനുള്ള കാരണം അതിനുള്ളിൽ ഡിസോസിയേഷൻ്റെ റേറ്റിന് വേരിയേഷൻ വരുന്നത്. ഒന്നാമത്തേൽ പെട്ടെന്ന് ഡിസോസിയേഷൻ നടന്നു, രണ്ടാമത്തേൽ ചാർജ് കൂടിയപ്പോൾ ഡിസോസിയേഷൻ്റെ റേറ്റ് കുറഞ്ഞു. ഡിസോസിയേഷൻ്റെ റേറ്റ്, അതായത് ഡിസോസിയേഷൻ പതുക്കെ നടന്നുള്ളൂ. അപ്പോൾ ആ ഡിസോസിയേഷനാണ് നടക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണ്. അതായത് റേറ്റ് ഓഫ് അക്വേഷൻ മാറാൻ കാരണം ഡിസോസിയേഷൻ്റെ റേറ്റിനുള്ള വ്യത്യാസമാണെന്നാണ് അർത്ഥം. അതിനർത്ഥം എന്താ, ആ മെക്കാനിസം ഡിസോസിയേഷൻ ആയിരിക്കും. അസോസിയേഷൻ ആണെങ്കിൽ ഈ ഒരു ഡിഫറൻസ് വരില്ലല്ലോ, ഡിസോസിയേഷൻ നടന്ന കാരണമാണ് ഡിഫറൻസ് വന്നത്. അതുകൊണ്ടാണ് ഈ മെക്കാനിസം ഡിസോസിയേഷൻ ആണെന്ന് പറയാനുള്ള കാരണം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ ഡിസോസിയേറ്റീവ് മെക്കാനിസം മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അതല്ലായിരുന്നെങ്കിൽ ഡിസോസിയേഷൻ കാരണം അല്ലായിരുന്നെങ്കിൽ രണ്ടിൻ്റെ റേറ്റ്, ഈ റിയാക്ഷൻ്റെയും ഈ റിയാക്ഷൻ റേറ്റ് ഓഫ് അക്വേഷൻ സെയിം ആയേനെ. ഡിസോസിയേഷൻ്റെ സ്പീഡ് കുറഞ്ഞ കാരണം, ചാർജ് കൂടിയപ്പോൾ ഡിസോസിയേഷൻ്റെ സ്പീഡ് കുറഞ്ഞ കാരണമാണ് റേറ്റ് ഓഫ് അക്വേഷന് വ്യത്യാസം വന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി അടുത്ത ഫാക്ടറാണ് സ്ട്രെങ്ത് ഓഫ് MX ബോണ്ട്. മെറ്റലും ലീവിങ് ഗ്രൂപ്പും തമ്മിലുള്ള ബോണ്ടിൻ്റെ സ്ട്രെങ്ത്തിൽ വ്യത്യാസം വരുമ്പോൾ റേറ്റ് ഓഫ് അക്വേഷനും വ്യത്യാസം വരും. അതായത് നമ്മളിപ്പോൾ ഒരു കോംപ്ലക്സ് നോക്കുക, CONH3 5 X 2+ എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നോക്കി, അതിന് അക്വേഷൻ റിയാക്ഷൻ നടക്കാനുള്ള കാപ്പബിലിറ്റി ഉണ്ട്. ആ റിയാക്ഷനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ റിയാക്ഷൻ്റെ ബേസിലുള്ള ഒരു ടേബിളാണിത്.
ഈ റിയാക്ഷൻ്റെ ബേസിലുള്ള ടേബിളാണിത്. അപ്പോൾ ഇതിൻ്റെ ലീവിങ് ഗ്രൂപ്പിൻ്റെ പ്രത്യേകത ലീവിങ് ഗ്രൂപ്പ് നോക്കുക. ലീവിങ് ഗ്രൂപ്പ് CF3CO ആണെങ്കിൽ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് 2 × 10⁻14 ആണ്. റേറ്റ് ഓഫ് അക്വേഷൻ 5.5 × 10⁻³ ആണ്. ഈ ഗ്രൂപ്പ് ലീവിങ് ഗ്രൂപ്പ് ഇങ്ങനെ മാറി മാറി വരിക, അതായത് ബേസിസിറ്റി കൂടിക്കൂടി വരിക എന്നാണ് അതിൻ്റെ അർത്ഥം. ബേസിസിറ്റി എന്ന് പറയുമ്പോൾ എന്തൊന്നെങ്കിൽ ഡൊണേറ്റ് ചെയ്യുക ഇലക്ട്രോൺസ്, അതിനുള്ള എബിലിറ്റി, അല്ലെങ്കിൽ പ്രോട്ടോൺ ആക്സെപ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി. അപ്പോൾ ഇതിൽ ഇപ്പോൾ പ്രോട്ടോൺ ആക്സെപ്റ്റ് ചെയ്ത് ആണ് വ്യത്യാസം വരുന്നത്. ഇപ്പോൾ ഇതിന് ബേസിസിറ്റി കൂടി വരുന്ന ഓർഡറാണ് ഈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് ഇവിടെ നോക്കുന്ന സമയത്ത് ഈ ഒരു വേരിയേഷൻ കണ്ടോ, 6 അങ്ങനെ പറഞ്ഞ വേരിയേഷൻ വരുന്നുണ്ട്. ഇത് ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത്, ബേസിസിറ്റിയുടെ ഡിസോസിയേഷൻ കോൺസ്റ്റൻ്റ് ആണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇത് അക്വേഷൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇതിൽ ഈ ടേബിളിൽ നമുക്ക് മനസ്സിലാവുന്നത് ബേസിസിറ്റി കൂടുന്തോറും അക്വേഷൻ്റെ റേറ്റ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഇത് ഇവിടെ ഇപ്പോൾ ബേസിസിറ്റി ലീവിങ് ഗ്രൂപ്പിൻ്റെ ബേസിസിറ്റി ഇങ്ങനെ താഴോട്ട് വരുന്നതോറും കൂടി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നോക്കുന്ന സമയത്ത് മനസ്സിലാവും 252 പോലെ നോക്കണം 10⁻⁻14 -14 13 -12 -12 അതായത് ആ വാല്യൂ കൂടി വരികയാണ് ചെയ്യുന്നത്. നെഗറ്റീവ് ചാർജ് 10⁻⁻ ആയതുകൊണ്ട് താഴേക്ക് വരുന്നതോറും അത് കൂടിയാണ് വരുന്നത്. മറ്റോടത്ത് നോക്കുകയാണെങ്കിലോ അതിൻ്റെ വാല്യൂ റേറ്റ് ഓഫ് അക്വേഷൻ്റെ വാല്യൂ കുറഞ്ഞാണ് വരുന്നത്. 5.5 10⁻⁻, എല്ലാം 10⁻³ അല്ല. അപ്പോൾ 5.5 5.4 1.6 അങ്ങനെ കുറഞ്ഞു. അതായത് ബേസിസിറ്റി കൂടുന്തോറും റേറ്റ് ഓഫ് അക്വേഷൻ കുറഞ്ഞാണ് വരുന്നത്. അതാണ് അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ്. ഇത് ഇങ്ങനെ ഉണ്ടാവാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബേസിസിറ്റി എന്ന് പറയുന്നത് MX ബോണ്ടിൻ്റെ സ്ട്രെങ്ത്തിനോട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്. അതായത് ബേസിസിറ്റി കൂടുക എന്ന് പറയുമ്പോൾ എന്താ, അതിൻ്റെ ഉള്ളിൽ ആ മെറ്റൽ ലിഗാൻഡ് ബോണ്ട് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടിരിക്കും. ബേസിസിറ്റി കൂടുന്തോറും ആ കോംപ്ലക്സിൻ്റെ ഉള്ളിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടാണ് ഇരിക്കേണ്ടാവുക. അപ്പോൾ ഈ സ്ട്രെങ്ത് ഓഫ് MX ബോണ്ട് എന്ന് പറയുന്നത് ഓപ്പോസിറ്റാണ് റേറ്റ് ഓഫ് അക്വേഷനോട്. സ്ട്രെങ്ത് ഓഫ് MX ബോണ്ട് കൂടിക്കഴിഞ്ഞാൽ അക്വേഷൻ റേറ്റ് കുറയും. കാരണം അത്രയും ക്ലോസ് ആയിട്ട് ആ മെറ്റലും ലീവിങ് ഗ്രൂപ്പ് ഇരിക്കുകയാണെങ്കിൽ അക്വേഷൻ നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് ഇൻവേഴ്സ് പ്രൊപ്പോർഷനാണ്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കണക്ഷൻ വരുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് എന്താ പ്രത്യേകത, അതിൽ റേറ്റ് ഡിറ്റർമൈൻ സ്റ്റെപ്പ് നോക്കുന്ന സമയത്ത് MX ബോണ്ടിൻ്റെ ഡിസോസിയേഷൻ നടക്കുന്നില്ല. എപ്പോൾ MX ബോണ്ടിൻ്റെ സ്ട്രെങ്ത്ത് കൂടുന്ന സമയത്ത്. അപ്പോൾ ഇതും എന്താണ് പ്രത്യേകത, SN1 മെക്കാനിസത്തിൻ്റെ SN1 മെക്കാനിസം ആണ് നടക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു ഡാറ്റയാണ് തരുന്നത്. അതായത് ഈ ഡിസോസിയേഷനുള്ള വ്യത്യാസം കാരണമാണ് റേറ്റ് ഓഫ് അക്വേഷനിൽ വ്യത്യാസം വരുന്നത്. അതുകൊണ്ട് ഇതും പറയുന്ന SN1 മെക്കാനിസം ആയിരിക്കും അതിൻ്റെ എന്താ പറയുക പാത്വേ എന്നുള്ളതാണ് രണ്ടാമത്തെ. അപ്പോൾ രണ്ടാമത്തെ ഫാക്ടർ കഴിഞ്ഞു അതിൻ്റെ ടേബിൾ. മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഇനർട്ട് ലിഗാൻഡുമുള്ള ഇൻഡക്റ്റീവ് ഇഫക്റ്റ്. ഇനർട്ട് ലിഗാൻഡ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിൽ നമ്മളൊരു റിയാക്ഷൻ നോക്കുക. CON2 സബ്സ്റ്റിറ്റ്യൂട്ടഡ് പിരിഡിൻ എന്ന് പറഞ്ഞാൽ പിരിഡിൻ മോളിക്യൂൾ ഹൈഡ്രജന് പകരം ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ട് വരുന്ന ഒരു കേസാണ്. അപ്പോൾ ആ കേസ് നോക്കുന്ന സമയത്ത് ഇതും ഈ റേറ്റ് ഓഫ് അക്വേഷൻ ബേസിസിറ്റിയിലുള്ള ആ ഒരു വ്യത്യാസം ഉണ്ടല്ലോ, ഈ ലിഗാൻഡിൻ്റെ ഇനർട്ട് ലിഗാൻഡിൻ്റെ ബേസിസിറ്റിയാണ് ഇവിടെ പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ ലിവിങ് ഗ്രൂപ്പിൻ്റെ ബേസിസിറ്റി ആയിരുന്നു, ഇവിടെ ഇനർട്ട് ലിഗാൻഡിൻ്റെ ബേസിസിറ്റി നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഇതിലും നമുക്ക് കിട്ടുന്നത് എന്താണ്, ഈ ഡിസോസിയേറ്റീവ് SN1 മെക്കാനിസം ആണെന്നാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ബേസിസിറ്റി കൂടുമ്പോൾ അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് പവർ ഓഫ് ദി ഇനർട്ട് ലിഗാൻഡ് കൂടുമ്പോൾ, ബേസിസിറ്റി എന്ന് പറഞ്ഞതാണല്ലോ, കൂടുന്ന സമയത്ത് ഈ കൊബാൾട്ടിൻ്റെ മേത്ത് കുറേ നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. അതായത് ഇനർട്ട് ലിഗാൻഡ് ഇവിടെ ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പിരിഡീനമത്തെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് പവർ കൂടുക, ഡൊണേറ്റ് ചെയ്യാനുള്ള പവർ കൂടുമ്പോൾ അത് സംഭവിക്കും. ഡൊണേറ്റ് ചെയ്ത സാധനമൊക്കെ വാങ്ങുന്നത് നമ്മുടെ കൊബാൾട്ടായിരിക്കും. അപ്പോൾ കൊബാൾട്ടുമ്പോൾ കുറേ നെഗറ്റീവ് ചാർജ് കൂടി വരും. അപ്പോൾ അതിൽ എന്താണ് COCl ബോണ്ടിൻ്റെ എന്താ പറയുക ബോണ്ട് ക്ലീവേജ് അല്ലെങ്കിൽ ഡിസോസിയേഷൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. COCl ആണല്ലോ നമുക്ക് കളയേണ്ട ലീവിങ് ഗ്രൂപ്പ്. അപ്പോൾ ഡിസോസിയേഷൻ നടത്താൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്താണ് നമ്മുടെ ഈ SN1 മെക്കാനിസം ആണ് നടക്കുന്നതെന്നുള്ള ഫാക്റ്റിനോട് കുറച്ചും കൂടെ എന്താ പറയുക അഗ്രീയിങ് ആണ്. അതാണ് ഇൻഡക്റ്റീവ് ഇഫക്റ്റിൻ്റെ പ്രത്യേകത. ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഉള്ള ഇനർട്ട് ലിഗാൻഡിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കാരണം COCl ബോണ്ട്, അതായത് മെറ്റലും ലീവിങ് ഗ്രൂപ്പ് തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അടുത്തതാണ് സ്റ്റെബിലിറ്റി കോൺസ്റ്റൻറ്റ്. അതായത് ലിവിങ് ഗ്രൂപ്പ് മാറുന്നതനുസരിച്ച് സ്റ്റെബിലിറ്റി കോൺസ്റ്റൻറ്റിൽ വ്യത്യാസം വരും. അപ്പോൾ അക്വേഷൻ്റെ സമയത്ത് ഇട്ടാൽ അപ്പോൾ എന്ത് സംഭവിക്കും, ഈ നമ്മൾ അക്വേഷൻ്റെ റിസൾട്ട് ഇക്വേഷൻ നോക്കുന്ന സമയത്ത് ഈ ലീവിങ് ഗ്രൂപ്പ് പ്രൊഡക്റ്റിലുണ്ട് ഇൻ്റർമീഡിയറ്റിലുണ്ട്. അതായത് സാധാരണഗതിയിൽ നമ്മൾ ലീവിങ് ഗ്രൂപ്പ് പ്രൊഡക്റ്റിൽ ഉണ്ടാവില്ല, അതങ്ങോട്ട് ലീവ് ചെയ്ത് പോവാണല്ലോ. അപ്പോൾ പ്രൊഡക്റ്റിൽ ഉണ്ടാവില്ല. പക്ഷേ ഈ അക്വേഷൻ റിയാക്ഷൻസിൽ നിന്ന് സംഭവിക്കും, ആ സോൾവെൻറ്റിൽ
കടന്നിട്ട് ആനയോണായിട്ട് ആ കോംപ്ലക്സിൻ്റെ കൂടെ തന്നെ പ്രൊഡക്റ്റിലും ജസ്റ്റ് പ്രസൻ്റ് ആയിട്ടിരിക്കും. സോൾവേറ്റഡ് ആനയോണായിട്ട് ആ പ്രൊഡക്റ്റിലും ഇങ്ങനെ ഉണ്ടാവും അക്വേഷൻ ആയതുകൊണ്ട്. അതായത് വെള്ളമാണല്ലോ ഉള്ളിലേക്ക് വരുന്നത്, പുറത്തേക്കുള്ള സാധനം കംപ്ലീറ്റ് ആയിട്ട് ചില സമയത്ത് പോവില്ല. അതിൻ്റെ അർത്ഥം എന്താ? അതിനർത്ഥം ഈ എക്സ് മൈനസ് എന്ന് പറയുന്ന സാധനം അതുപോലെ ഇൻ്റർമീഡിയറ്റ് CO(X) ബോണ്ടിൻ്റെ ഡിസോസിയേഷൻ വഴിയാണ് ഫോം ചെയ്തതെന്നുള്ളതാണ് അതിനർത്ഥം. അങ്ങനെയാണ് CO(X) ബോണ്ട് ക്ലീവ് ചെയ്യുന്ന സമയത്താണ് പെട്ടെന്ന് ഈ എക്സ് സോൾവേറ്റഡ് ആയിട്ട് നിൽക്കുന്നതെന്നുള്ള അർത്ഥം. അതും എന്താണ് കാണിക്കുന്നത്? ഇതൊരു സോൾവേഷൻ അസിസ്റ്റഡ് ഡിസോസിയേഷൻ മെക്കാനിസം ആണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതും SN1 മെക്കാനിസത്തിന് ഫേവറായിട്ട് കാണിക്കും. സോൾവേഷൻ്റെ പ്രത്യേകത, സോൾവേഷൻ എന്ന് പറയുമ്പോൾ ഇൻ്റർമീഡിയറ്റിൻ്റെ എനർജി കുറയ്ക്കും. അപ്പോൾ എനർജി കുറവാകുമ്പോൾ കുറച്ചുകൂടി സ്റ്റെബിലിറ്റി ഉണ്ടാവും. അപ്പോൾ റിയാക്ഷൻ പെട്ടെന്ന് എനർജി കൊടുക്കുമ്പോൾ അത്ര എനർജി ഡിഫറൻസ് അല്ലേ ഉള്ളൂ. അപ്പോൾ റിയാക്ഷൻ കുറച്ചും കൂടെ പെട്ടെന്ന് നടക്കാനായിട്ട് സഹായിക്കും. അതായത് ഇൻ്റർമീഡിയറ്റിൻ്റെ എനർജി എന്ന് പറയുന്നത് ആ ഇൻ്റർമീഡിയറ്റ് ആവാനുള്ള എനർജി കേട്ടോ. അപ്പോൾ അതാണ് അടുത്ത ഫാക്ടർ. ഇനി അടുത്ത ഫാക്ടർ പറയുന്നത് സോൾവേഷൻ ഇഫക്റ്റ്. നേരത്തെ പറഞ്ഞ സോൾവേഷൻ ഇഫക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൽ പക്ഷേ വരുന്നത് എന്താ പറയുക, മറ്റേ ചീലേറ്റിംഗ് ഏജൻ്റ് ഒക്കെ ഇല്ലേ, അതിൻ്റെ ചീലേറ്റിംഗ് ഏജൻ്റ് അല്ലെങ്കിൽ ചീലേഷൻ സംഭവിക്കുന്നതിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പം നമ്മൾ കുറച്ച് കോംപ്ലക്സ് നോക്കാം. CuNH3 5 times Cl2+. അതല്ല, അതിന് പകരം നമുക്ക് ഒരു NH3 മോളിക്യൂളിന് പകരം അല്ലെങ്കിൽ അതിലൊരു ലിഗാൻഡിന് പകരം എത്തിലിൻ ഡയമീൻ വന്നു എന്ന് വിചാരിക്കുക. പിന്നെ അടുത്ത കോംപ്ലക്സ് EN ഡൈൻ, എത്തിലിൻ ഡയമീനും ഡൈനും ഉള്ള സ്ഥലം, പിന്നെ ടെട്രൈൻ വരുന്ന സ്ഥലം. അതായത് ഈ എന്താ പറയുക, ചീലേറ്റഡ് സ്പീഷീസ് ഇതുപോലുള്ള എത്തിലിൻ ഡയമീൻ, ഡൈ എത്തിലിൻ ട്രൈയമീൻ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ വരില്ലേ, കുറേ ഡോണറായിട്ട് വരുന്ന സംഭവങ്ങൾ, ഇലക്ട്രോൺ വ്യത്യാസങ്ങൾ വരുന്നത്. അപ്പോൾ അവരുടെ പ്രസൻസിൽ സോൾവേഷൻ എന്തൊക്കെ മാറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ എന്ന് പറയുന്നത് എത്തിലിൻ ഡയമീനാണ്. ഡൈന്ന് എഴുതിയിട്ടുള്ളത് ബ്രാക്കറ്റിൽ ഡൈന്ന് എഴുതിയിട്ടുള്ളത് ഡൈ എത്തിലിൻ ട്രൈയമീനാണ്. ടെട്രൈ എന്ന് എഴുതിയിട്ടുള്ളത് ടെട്രാ എത്തിലിൻ പെൻഡമീനാണ്. അതാണ് അതിൻ്റെ ഷോർട്ട് ഫോം ആയിട്ടാണ് നമ്മളിങ്ങനെ എഴുതുക. എത്തിലിൻ ഡയമീൻ മാത്രം നമുക്ക് പരിചയം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ റേറ്റ് ഓഫ് അക്വേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഓർഡറിൽ ആ ഓർഡറിൽ കുറഞ്ഞു വരുന്നത് CuNH3 5 times ഏറ്റവും കൂടുതൽ റേറ്റ് ഓഫ് അക്വേഷൻ. EN ആകുമ്പോൾ ഒന്നുകൂടെ കുറയും, ENനും ഡൈന് വരുമ്പോൾ ഒന്നുകൂടെ കുറയും, ടെട്രൈൻ വരുമ്പോൾ ഒന്നുകൂടെ കുറയും. അപ്പോൾ ഇതിൻ്റെ കാരണമാണ് പറയുന്നത്. അതായത് ഒരു കോംപ്ലക്സിലെ ചീലേഷൻ്റെ എക്സ്റ്റെൻറ്റ് കൂടുന്തോറും കുറയും തോറും എന്ത് സംഭവിക്കും? ഈ അതായത് ചീലേഷൻ്റെ എക്സ്റ്റെൻറ്റ് കൂടുന്തോറും അക്വേഷൻ്റെ റേറ്റ് കുറയും. അപ്പോൾ ഇതിൽ ആദ്യം നോക്കുകയാണെങ്കിൽ നമുക്ക് എത്തിലിൻ ഡയമീൻ ഇല്ല ഈ കോംപ്ലക്സിൽ. അപ്പോൾ അതിൽ അക്വേഷൻ നന്നായി നടക്കും. ഇതിൽ എത്തിലിൻ ഡയമീൻ വന്നപ്പോൾ ചീലേറ്റിംഗ് ഇഫക്റ്റ് കൂടി, ഇവിടെ റേറ്റ് ഓഫ് അക്വേഷൻ കുറഞ്ഞു. ഇതിൽ പിന്നെയും കൂടി അപ്പോൾ അക്വേഷൻ കുറഞ്ഞു, ഇതിൽ വീണ്ടും കൂടി അപ്പോൾ അക്വേഷൻ കുറഞ്ഞു. അതാണ് ചീലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ടിലെ മെറ്റലും ആ ഓർഗാനിക് ഫാക്ടർ അല്ലെങ്കിൽ രണ്ട് സാധനങ്ങൾ തമ്മിൽ കുറേ കോർഡിനേറ്റ് ബോണ്ട്, മൾട്ടിപ്പിൾ കോർഡിനേറ്റ് ബോണ്ട് വരുന്ന സമയത്ത് എത്തിലിൻ ഡയമീനൊക്കെയാണ് അങ്ങനെ വരിക. ഒരേ ലിഗാൻഡ് തന്നെ പല ടൈപ്പ് ഓഫ് കോർഡിനേറ്റ് ബോണ്ട് വരെ എക്സിസ്റ്റ് ചെയ്യുന്നു. കോർഡിനേറ്റിംഗ് ബോണ്ട് വഴി ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്ന സംഭവങ്ങൾ. അപ്പോൾ ചീലേഷൻ കൂടുന്തോറും അക്വേഷൻ്റെ റേറ്റ് കുറയും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്താണ് SN2 മെക്കാനിസം വഴി പറയാം. പക്ഷേ എല്ലാ ചീലേറ്റിംഗ് ഏജൻറ്റിൻ്റെ ഹൈലി ചീലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസ് വരുന്ന സമയത്ത് നമുക്ക് SN2 മെക്കാനിസം വഴി പറയാൻ പറ്റില്ല. ഇതിൽ 2 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എത്തിലിൻ ഡയമീൻ വരുന്ന കേസാണ് ആദ്യത്തെ, ടെട്രൈൻ വരുന്ന കേസാണ് രണ്ടാമത്തെ. ഇവിടെ ഒരു ബോണ്ട്, ഈ ഒരു ബോണ്ട് ഇല്ല, അതിൻ്റെ വ്യത്യാസമാണ് മെയിനായിട്ടുള്ളത്. NH2 NH അത് വ്യത്യാസമുള്ളത്. അപ്പോൾ ഇങ്ങനെ ഹൈലി ചീലേറ്റഡ് ആയിട്ട് സിസ്റ്റം വരുമ്പോൾ നമുക്ക് അത് വെച്ച് പറയാൻ പറ്റില്ല. അതിന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് സോൾവേഷൻ തിയറിയാണ്. സോൾവേഷൻ തിയറി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ അതിൻ്റെ കുറച്ച് പോയിന്റ്സ് മാത്രം ജസ്റ്റ് പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ്. അക്വേഷൻ്റെ റേറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് എല്ലാ ചീലേറ്റിംഗ് കോംപ്ലക്സിലും ഉപയോഗിക്കാൻ പറ്റും. മറ്റേ ഇതുപോലെ ചിലതിൽ മാത്രമുള്ളതിലെല്ലാം ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കുറച്ച് 2-3 പോയിന്റ് വെച്ചിട്ടാണ് അസംഷൻസ് പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു അക്വസ് മീഡിയം എടുക്കുകയാണെങ്കിൽ റിയാക്ടിങ് സ്പീഷീസ്, ഇൻ്റർമീഡിയറ്റ്, പ്രൊഡക്റ്റ് എല്ലാതും ഹൈഡ്രേറ്റഡ് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. രണ്ടാമത്തെ പോയിന്റ് ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് ഹൈഡ്രേഷൻ നടന്നു കഴിഞ്ഞാൽ എനർജി കുറയ്ക്കും, അങ്ങനെ അതിനെ സ്റ്റേബിളാക്കും. എനർജി കുറയുമ്പോഴാണല്ലോ സ്റ്റേബിളാക്കും. ഈ എക്സ്റ്റെൻറ്റ് ഓഫ് സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നതായിരിക്കും എക്സ്റ്റെൻറ്റ് ഓഫ് ഹൈഡ്രേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി നമ്മുടെ ഈ സ്പീഷീസ് മറ്റേ ചാർജ് കൂടുക, ഗ്രേറ്റർ ദ ചാർജ്, അതുപോലെ സ്പീഷീസിൻ്റെ സൈസ് കുറയുക. ഗ്രേറ്റർ ദ ചാർജ് സ്മോളർ ദ സൈസ് വരുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ഹൈഡ്രേഷൻ്റെ എക്സ്റ്റെൻറ്റ് ഉണ്ടാവുക. അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ സ്റ്റെബിലൈസേഷനും നടക്കുക. അതാണ് 3 പോയിന്റ്സ് സോൾവേഷൻ തിയറിയിലെ. നമ്മൾ നോക്കുമ്പോൾ SN1 മെക്കാനിസം ഉണ്ട്, SN2 മെക്കാനിസം ഉണ്ട്. SN1 മെക്കാനിസത്തിന് ഇൻ്റർമീഡിയറ്റ് എന്ന് പറഞ്ഞാൽ 5 കോർഡിനേറ്റഡ് ആണ്.
SN2-ൻ്റെ ആണെങ്കിൽ 7 കോർഡിനേറ്റഡ് ആണ്. അപ്പോൾ ഇതിൽ സ്മോളർ സൈസ് ഏതായിരിക്കും? SN1 മെക്കാനിസത്തിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിരിക്കും. അതുകൊണ്ട് അത് പെട്ടെന്ന് ഹൈഡ്രേറ്റ് ചെയ്യും, അങ്ങനെ അത് സ്റ്റെബിലൈസ് ചെയ്യും. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? SN1 മെക്കാനിസം ആണ് ഇതിൻ്റെ കുറച്ചും കൂടെ ഫീസിബിൾ ആയിട്ടുള്ളത് SN2-നേക്കാളെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ SN1 മെക്കാനിസത്തിലാണ് അക്വേഷൻ നന്നായിട്ട് നടക്കുക. അപ്പോൾ അതും ഒരു ഫാക്ടറാണ്. ഇനി നമ്മൾ ഈ NH3 മോളിക്യൂളിന് പകരം ഈ EN ഡൈൻ ടെട്രൈനൊക്കെ വരുന്ന സമയത്ത് ശരിക്കും എന്താണ് സൈസ് ഓഫ് കോംപ്ലക്സ് കൂടാണ്, പക്ഷേ സ്റ്റെറിക് ഓവർ ക്രൗഡിങ് കൂടാതെയാണ് അത് അവർ മാനേജ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് വലിയ വ്യത്യാസം ഉണ്ടാക്കുന്നത്. പിന്നെ അടുത്ത മെക്കാനിസമാണ് എന്താണ് അടുത്ത ഫാക്ടറാണ് സ്റ്റെറിക് ഇഫക്റ്റ്. നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്, SN1 SN2 പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് എക്സാമ്പിൾ ഒന്നും ഇതിൽ കൊടുത്തിട്ടില്ല, നിങ്ങൾക്ക് അറിയുന്ന എക്സാമ്പിൾ എഴുതാം, അല്ലെങ്കിൽ ജസ്റ്റ് ഫാക്ടറാണെന്ന് മാത്രം എഴുതാം. അപ്പോൾ എന്താണ് ബൾക്ക് സ്റ്റെറിക് ക്രൗഡിങ് ഉണ്ടാകുന്ന സമയത്ത് ബൾക്കായിട്ടുള്ള കോമ്പൗണ്ടിൽ സ്റ്റെറിക് ക്രൗഡിങ് കൂടുതലായിരിക്കും. അപ്പോൾ ഈ മെറ്റൽ എന്താണ് ഡിസോസിയേറ്റീവ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുന്ന ഫാക്ടറീസ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും SN1 SN2-ലെ. ഡിസോസിയേറ്റീവ് SN1 മെക്കാനിസമാണ് ഫേവർ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഫാക്ടർ. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ടൈപ്പ് ഓഫ് മെക്കാനിസം. ഇനി രണ്ടാമത്തെ മെക്കാനിസം എന്താണ്? ആദ്യത്തെ കേസിൽ ഇനർട്ട് ലിഗാൻഡ് പൈ ഡോണറും അല്ല പൈ അക്സെപ്റ്ററും അല്ല എന്നുള്ളതായിരുന്നു. ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് ഇനർട്ട് ലിഗാൻഡ് പൈ ഡോണർ ആവുന്ന ടൈപ്പ് ഓഫ് ആസിഡ് ഹൈഡ്രോളിസിൻ്റെ മെക്കാനിസം. അങ്ങനെ വരികയാണെങ്കിൽ അപ്പോൾ കുറച്ച് രണ്ട് മോളിക്യൂളുടെ എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ളത്. COEN, അതായത് OH വരുന്നൊരു കോംപ്ലക്സും NH3 വരുന്നൊരു കോംപ്ലക്സും. ബാക്കി എല്ലാം സെയിം ആണ്. ഇവിടെ OH ആണ്, ഇവിടെ NH3 ആണ്. അപ്പം ചാർജ് പിന്നെ ലിഗാൻഡിൻ്റെ സ്ട്രോങ് ആണോ ന്യൂട്രൽ ആണോ എന്നനുസരിച്ച് മാറും. പക്ഷേ ബാക്കി കൊബാൾട്ട്, എത്തിലീൻ ഡയമീൻ, ക്ലോറിൻ എല്ലാതും അളവ് സെയിം ആണ്. അങ്ങനെ രണ്ട് കോമ്പൗണ്ട് എടുത്ത് നോക്കുമ്പോൾ അങ്ങനെയുള്ള രണ്ട് കോംപ്ലക്സിൻ്റെ റിയാക്ഷൻ എടുത്ത് നോക്കുന്ന സമയത്ത് OH മുകളിലത്തെ OH വരുന്നത് NH3 വരുന്നതാണ്. OH വരുന്ന കേസിൽ റേറ്റ് കോൺസ്റ്റൻറ്റ് നോക്കാം, 1200 × 10⁻⁵ ആണ്. അതേസമയം എന്താ പറയുക NH3 വരുന്ന സമയത്തോ 0.05 × 10⁻⁵ ആണ്. അപ്പോൾ അതിനർത്ഥം എന്താ? രണ്ട് നമ്മളുടെ റേറ്റ് കോൺസ്റ്റൻറ്റ് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ചെറിയ വേരിയേഷൻ അല്ല, വളരെയധികം വേരിയേഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മുടെ ഈ OH ഉള്ള ഈ കോംപ്ലക്സ് ഇല്ലേ, ഇതിൻ്റെ റേറ്റ് ഓഫ് അക്വേഷൻ ആണ് ഏറ്റവും ഫാസ്റ്റർ ദാൻ മറ്റേ കോംപ്ലക്സ് എന്ന് നമുക്ക് കിട്ടി. ഇതിൻ്റെ റേറ്റ് കോൺസ്റ്റൻ്റ് ആണ്, റേറ്റ് ഓഫ് അക്വേഷൻ ആണ് ഫാസ്റ്റർ എന്നാണ് നമുക്ക് എവിഡൻസ് ആയിട്ട് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ കാരണമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കാരണം ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു വ്യത്യാസം വരാൻ കാരണം OH-ഉം NH3 ആയതുകൊണ്ട് അതിൻ്റെ ബേസിസിറ്റിയിലുള്ള വ്യത്യാസമാവാം എന്ന് നമുക്ക് ആദ്യം അസ്യൂം ചെയ്തു. പക്ഷെ അത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത്രയും വലിയ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് നമുക്ക് പിന്നെ മനസ്സിലായി. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് കുറേ അന്വേഷിച്ച് മനസ്സിലായില്ല. അവസാനം നമുക്ക് കിട്ടിയ എന്താണ്? ഈ OH ലിഗാൻഡിൻ്റെ പൈ ബോണ്ടിങ് കപ്പാബിലിറ്റി, അതിൻ്റെ ബേസിസിലാണ് സംഭവിക്കുന്നത്, ഇത്രയും വലിയൊരു ഡിഫറൻസ് റേറ്റ് കോൺസ്റ്റൻറ്റിൽ ഉണ്ടാവാനുള്ള കാരണം. അപ്പം അങ്ങനെ നോക്കിയ സമയം നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ഉണ്ട്. OH ലിഗാൻഡിൻ്റെ കേസ് എടുക്കുകയാണ്. OH ലിഗാൻഡിന് ഫിൽഡ് പി ഓർബിറ്റൽസ് ഉണ്ട്. അപ്പോൾ ഈ സെൻട്രൽ മെറ്റൽ അയോണുള്ള എംറ്റി ഓർബിറ്റൽസ് ആയിട്ട് ഇതിനെന്ത് സംഭവിക്കാം? ഇതിനെന്ത് പറ്റും? പൈ ബോണ്ട് ഫോർമേഷൻ നടത്താനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഈ Cl ആണ് ഇതിൽ ലീവിങ് ഗ്രൂപ്പായിട്ടുള്ളത്. OH NH3 ഇതിൽ ഇനർട്ട് ലിഗാൻഡാണ്, ആ കാര്യം മറക്കരുത് കേട്ടോ. ഇനി അപ്പോൾ നോക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ NH3 ആണ് എടുക്കുകയാണെന്ന് വിചാരിക്കുക. NH3ക്ക് അങ്ങനെ ഫിൽഡ് പി ഓർബിറ്റൽസ് ഇല്ല, ആകെ ഉള്ളത് ലോൺ പെയർ ആണ്. ആ ലോൺ പെയർ ഓൾറെഡി കോർഡിനേഷന് വേണ്ടി ഉപയോഗിച്ചു. അത് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്ന കോർഡിനേറ്റഡ് OH ലിഗാൻഡും കോർഡിനേറ്റഡ് NH3 ലിഗാൻഡാണ് കേട്ടോ. ഓൾറെഡി ഉള്ളതല്ല, കോർഡിനേറ്റ് ചെയ്ത് നിൽക്കുന്ന അവസ്ഥയാണ് നോക്കുന്നത്. അപ്പോൾ ലോൺ പെയർ ആയതുകൊണ്ട് അവിടെ ഇങ്ങനൊരു പോസിബിലിറ്റി ഇല്ല. അപ്പോൾ നമ്മൾ OH-ൻ്റെ കേസ് നോക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്നത് ഒരു SP ഇൻ്റർമീഡിയറ്റ് ആണ്. ആ ഇൻ്റർമീഡിയറ്റ് അവിടെ കൊടുത്തിട്ടുള്ളത് സ്ക്വയർ പ്ലാനർ ഇൻ്റർമീഡിയറ്റ്. അത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മുടെ മോളിക്യൂള് എംറ്റി ആയിട്ടുള്ള D2sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ മറ്റേ ആറ്റത്തിലിൻ്റെ ഓർബിറ്റലിലേക്ക് ഫിൽഡ് ആയിട്ടുള്ള പി ഓർബിറ്റലിൽ നിന്ന് OH മൈനസ് ഇലക്ട്രോൺസ് ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്തിട്ട് എന്ത് സംഭവിച്ചു? ഒരു പൈ ബോണ്ട് ഫോം ചെയ്തു. ഈ പൈ ബോണ്ടാണ് ഈ SP ഇൻ്റർമീഡിയറ്റിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നത്. അതാണ് എൻ്റെ ഫിഗർ കൊടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ സിസ്സിൻ്റെ കേസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. OH-ഉം C-യും സിസ് വരുന്ന കേസിൽ എന്ത് സംഭവിച്ചു? ഈ ഒരു കോംപ്ലക്സ് പൈ ബോണ്ടിങ് വഴി സ്റ്റെബിലൈസ് ചെയ്തു.
അപ്പോൾ എന്ത് സംഭവിച്ചു, H2O-ൻ്റെ അഡീഷൻ ഫാസ്റ്റായിട്ട് നടന്നു. അങ്ങനെയാണ് അതിൻ്റെ റേറ്റ് ഓഫ് അക്വേഷൻ ഫാസ്റ്റ് ആവുന്നത്. അപ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞ റേറ്റ് കോൺസ്റ്റൻറ്റ് ശ്രദ്ധിക്കണം. നമ്മൾ റേറ്റ് കോൺസ്റ്റൻറ്റ് എഴുതുന്ന സമയത്ത് ആ റിയാക്ഷൻ്റെ സ്ലോ ആയിട്ടുള്ള സ്റ്റെപ്പ് ഏതാണോ അതാണ് ആ റിയാക്ഷൻ്റെ റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ്. അത് ഈ റേറ്റ് ഓഫ് അക്വേഷനായിട്ട് വ്യത്യാസമുണ്ട്. അക്വേഷൻ നടക്കുന്ന സ്റ്റെപ്പ് ഏതാണോ അതാണ് റേറ്റ് ഓഫ് അക്വേഷൻ, അതിലുള്ള കോൺസ്റ്റൻ്റ് ആണ് റേറ്റ് ഓഫ് അക്വേഷൻ ഡിറ്റർമൈൻ ചെയ്യുന്ന കോൺസ്റ്റൻറ്റ്. മറ്റേ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ലോ സ്റ്റെപ്പ് ഏതാണോ അതിൻ്റെ റേറ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും ആ റേറ്റിൻ്റെ ഇക്വേഷൻ. അപ്പോൾ അതായത് റേറ്റ് ഓഫ് അക്വേഷനും റേറ്റ് ഓഫ് റിയാക്ഷനും വേറെ വേറെയാണ്. സ്ലോ സ്റ്റെപ്പ് ഏതാണോ അതിൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റ് വെച്ചിട്ടാണ് റേറ്റ് ഓഫ് റിയാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുക. അക്വേഷൻ്റെ സ്റ്റെപ്പ് ഏതാണോ അത് വെച്ചിട്ടാണ് റേറ്റ് ഓഫ് അക്വേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുക. അത് വ്യത്യാസം തിരിച്ചറിയണം കേട്ടോ. അപ്പോൾ ഈ റിയാക്ഷൻ ഫാസ്റ്റ്. അപ്പോൾ ഇതിൽ റേറ്റ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇത്രയും വ്യത്യാസം വരാനുള്ള ഒരു കാരണമാണ് ഇത്. അപ്പോൾ ഇതിൽ ഈ റേറ്റ് ഓഫ് അക്വേഷൻ ഫാസ്റ്റ് ആയിട്ട് നടന്നു. അപ്പോൾ എന്താണ്, NH3-നേക്കാളും ഇക്വേഷൻ സിമ്പിളായിട്ട് നടന്നു. നമ്മൾ സിസ് ആണ് കൺസിഡർ ചെയ്യുന്നത്, നമ്മൾ ട്രാൻസ് കൺസിഡർ ചെയ്തു എന്ന് വിചാരിക്കുക. ട്രാൻസ് കൺസിഡർ ചെയ്ത സമയത്തും റേറ്റ് കോൺസ്റ്റൻറ്റുകൾ തമ്മിൽ വൻ വ്യത്യാസമുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമ്മൾ അന്വേഷിച്ച് വന്നു. അപ്പോൾ പക്ഷേ ട്രാൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സിമ്മട്രി, സിസ് പോലെയുള്ള സിമ്മട്രി നോക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ MT-DsP3 മെറ്റലിന് MT ഓർബിറ്റലിലേക്ക് ലിഗാൻഡിൻ്റെ OH ലിഗാൻഡിൻ്റെ എന്താ പറയുക ഫീൽഡ് P ഓർബിറ്റലിൽ കൊടുക്കാനുള്ളൊരു സിമ്മട്രി ഇവിടെ ഇല്ല. നേരത്തെ സിമ്മട്രി സിസ് ആയതുകൊണ്ടാണ്, ട്രാൻസ് ആയതുകൊണ്ട് ആ സിമ്മട്രിയിൽ കണ്ടതാണ് ഇങ്ങനെ വരും. അപ്പോൾ ഇതിൽ പൈ ബോണ്ട് ഫോം ചെയ്യാൻ അടുത്തടുത്തല്ല ഓർബിറ്റൽസ് നിൽക്കുന്നത്. അപ്പോൾ എന്താണ്, sp ഇന്റർമീഡിയറ്റ് ഇവിടെ ഫോം ചെയ്യുന്നില്ല എന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ നോക്കുകയാണെങ്കിൽ നമുക്ക് ട്രാൻസ് കോംപ്ലക്സ് ഈ NH3 വരുന്നതിനേക്കാളും റേറ്റ് ഓഫ് അക്വേഷൻ കൂടുതലാണ്, ഫാസ്റ്റ് തന്നെയാണ് ട്രാൻസ് OH വരുന്ന കോംപ്ലക്സ് എന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, ഇതിലൊരു sp ഇന്റർമീഡിയറ്റ് അല്ല, പക്ഷേ പൈ ബോണ്ടിങ്ങിന് പോസിബിലിറ്റി തരുന്ന ഏതോ വേറൊരു ടൈപ്പ് ഓഫ് ഇൻ്റർമീഡിയറ്റ് അവിടെ ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ കണ്ടുപിടിച്ച് വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായി ട്രൈഗണൽ ബൈപിരമിഡ് ഇൻ്റർമീഡിയറ്റ് ആണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫിഗറാണ് ഇത്, ട്രൈഗണൽ ബൈപിരമിഡ് കണ്ടോ. ഇങ്ങനെയുള്ള ഒരു ഫിഗർ ഇൻ്റർമീഡിയറ്റിൻ്റെ സിമെട്രി വരുമ്പോഴാണ് ഇത് പോസിബിൾ ആവാന്നുള്ളത് പിന്നീട് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ മെക്കാനിസം ഇങ്ങനെയാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്, അതൊന്നും വേണമെന്നില്ല, ഈ ഫിഗറും വേണമെന്നില്ല. ഈ ഇൻ്റർമീഡിയറ്റിൻ്റെ ഫിഗറില്ലേ ഇത് മാത്രം മതി, റിയാക്ഷൻ ഒന്നും എഴുതാൻ നിൽക്കണ്ട. പിന്നെ ഇതിന് കുറച്ച് എക്സ്പ്ലനേഷൻ അത് അത്രയ്ക്കൊന്നും ആവശ്യമില്ല. നമുക്ക് ആ ഫാക്ടർ എന്താ പറയുക ഡിഫറൻസ് ആണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഇതൊക്കെ എഴുതണം, ഇതൊക്കെ വലിയ കുഴപ്പമില്ലാത്തതാണ്, ഇതൊക്കെ എഴുതണം. പക്ഷേ നമ്മൾ അസ്യൂം ചെയ്യുന്ന ഈ സംഭവം ഉണ്ടല്ലോ അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, പറ്റുന്നവരെ എഴുതിക്കോളൂ. പക്ഷേ ഈ ഇൻ്റർമീഡിയറ്റിൻ്റെ ഫിഗർ എന്തായാലും വരയ്ക്കണം. അപ്പോൾ അതാണ് അടുത്ത കാര്യം. അപ്പോൾ ഇത് സമ്മപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്, ഈ രണ്ട് കേസിൽ പൈ ബോണ്ടിങ് ഇനർട്ട് ലിഗാൻഡ് ഇല്ലെങ്കിൽ, അതായത് ആദ്യത്തെ കേസിൽ എന്താണ്, അതായത് പൈ ബോണ്ടിങ് ഇനർട്ട് ലിഗാൻഡ് ഇല്ലെങ്കിൽ സാധാ പോലെ sp ഇൻ്റർമീഡിയറ്റിൽ അക്വേഷൻ നടത്തും. സിസ് ആണെങ്കിലും ട്രാൻസ് ആണെങ്കിലും sp ആയിട്ടാണ് നടത്തുക. അപ്പോൾ എന്താണ്, റിയാക്റ്റിംഗ് കോംപ്ലക്സിൻ്റെ ജോമെട്രി എന്താണോ അതേ ജോമെട്രി ഉള്ള പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും. പക്ഷേ പൈ ബോണ്ടിങ് ഇനർട്ട് ലിഗാൻഡിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ എന്താണ്, സിസ് ഐസോമേഴ്സ് sp ഇൻ്റർമീഡിയറ്റ് വഴി പ്രൊസീഡ് ചെയ്യും. എന്നിട്ട് നമുക്ക് എന്താ പറയുക പ്രൊഡക്റ്റ് കിട്ടും. അതേസമയം ട്രാൻസ് ഐസോമർ ആണെങ്കിൽ ട്രയാഗണൽ ബൈപിരമിഡൽ ഇൻ്റർമീഡിയറ്റ് ജോമെട്രി വഴി പ്രൊസീഡ് ചെയ്യും. ഇനി നമ്മളിപ്പോൾ ട്രയാഗണൽ ബൈപിരമിഡിൽ എടുക്കുന്ന സമയത്ത് ട്രയാഗണൽ ബൈപിരമിഡിലാണ് മെക്കാനിസം എങ്കിൽ നമുക്ക് സിസ് ആൻഡ് ട്രാൻസ് പ്രൊഡക്റ്റിന് മിക്സർ ആയിരിക്കും കിട്ടുക. പക്ഷേ സ്ക്വയർ പ്ലാനർ ആണെങ്കിൽ എന്ത് സംഭവിക്കും, ജോമെട്രിയുടെ റിട്ടൻഷൻ, അതായത് ഏതായിരുന്നോ ജോമെട്രി അതേ ജോമെട്രി ആയിരിക്കും. സ്ക്വയർ പ്ലാനാർ അല്ല, സ്ക്വയർ പിരമിഡിലാണ് കേട്ടോ. അപ്പോൾ സ്ക്വയർ പിരമിഡിലാണെങ്കിൽ ഏതായിരുന്നോ റിയാക്റ്റൻറ്റിൻ്റെ ജോമെട്രി അതേ ജോമെട്രിയിലെ പ്രൊഡക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. ട്രൈഗണൽ ബൈപിരമിഡിലാണെങ്കിൽ മിക്സ്ചർ ഓഫ് സിസ് ആൻഡ് ട്രാൻസ് ആയിരിക്കും കിട്ടുക. പിന്നെ എല്ലാ കേസിലും ഈ 3 കേസ് എടുക്കുകയാണെങ്കിലും എല്ലാത്തിലും ഡിസോസിയേറ്റീവ് SN1 മെക്കാനിസം ആണ് ഫേവർ ചെയ്യുക. കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്, ഫേവർ ചെയ്യാം. ഇനി അടുത്തത് എന്താണ്, ഇപ്പോൾ നമ്മൾ പൈ ഡോണർ ആയിട്ടുള്ള കേസാണ് പറഞ്ഞത്. ഇനി പൈ ആക്സെപ്റ്റർ ആയിട്ടുള്ള കേസ് ഇതുപോലെ പറയാനുണ്ട്. അപ്പോൾ
ആക്സെപ്റ്റർ ആകുമ്പോൾ ഈ അതിലെന്തുണ്ട് ഓൾറെഡി ഒരു ഇനർട്ട് ലിഗാൻഡും ലീവിങ് ഗ്രൂപ്പ് അതിൽ ഓൾറെഡി ഉണ്ട്. അവർ തമ്മിലുള്ള ഓറിയൻറ്റേഷൻ്റെ ബേസിസിൽ 2 മെക്കാനിസം പ്രപ്പോസ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ മെക്കാനിസം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുന്നുണ്ട്. അതിൽ ഇനർട്ടായിട്ടുള്ള പൈ അക്സെപ്റ്റർ ലിഗാൻഡ് ലീവിങ് ഗ്രൂപ്പിനോട് ട്രാൻസ് ആയിട്ട് കിടക്കുന്ന എക്സാമ്പിൾ. ഇപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇതിലിപ്പോൾ NO2 ആണ് ഇനർട്ട് ലിഗാൻഡ്, CL ആണ് ലിവിങ് ഗ്രൂപ്പ്. NO2ഉം CLും എന്താണ് ട്രാൻസ് ആയിട്ടാണ് കിടക്കുന്നത്. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓൾറെഡി ട്രാൻസ് ആയിട്ടുള്ള കോമ്പൗണ്ട് എടുക്കുക. അപ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട്. ഓൾറെഡി ട്രാൻസ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് എടുത്തു എന്ന് വിചാരിക്കുക. ട്രാൻസ് NO2CO N2 CL പ്ലസ്. ഈ കോംപ്ലക്സിൽ നമ്മുടെ CO കൊബാൾട്ടിൽ എന്തുണ്ട്, ഫീൽഡ് T2G ഓർബിറ്റൽസ് ഉണ്ട്. അതിൽ ഒരു ഫീൽഡ് T2G ഓർബിറ്റിൽ നമ്മുടെ NO2 അതായത് ഇനർട്ട് പൈ ആക്സെപ്റ്റർ ലിഗാൻഡ് ആണ് നമുക്ക് വേണ്ടത്. ഇനർട്ടായിട്ടുള്ള പൈ ആക്സെപ്റ്റർ ലിഗാൻഡിലെ MT p ഓർബിറ്റലിലേക്ക് അവർ തമ്മിൽ ഓവർലാപ്പ് ചെയ്തിട്ട് എന്ത് സംഭവിച്ചു, ഒരു പൈ ബോണ്ട് ഫോം ചെയ്തു. അപ്പോൾ ഇതിൽ ട്രാൻസ് എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ അവിടെ എഴുതിയിട്ടുണ്ട് NO2CL ആണ് ട്രാൻസ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്ത് സംഭവിച്ചു, നമ്മുടെ മെറ്റലിൽ നിന്ന് NO2ലേക്ക് ഇലക്ട്രോൺസ് കൊടുത്ത കാരണം അവിടെ ഒരു പൈ ബോണ്ട് ഫോം ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചു, ഇലക്ട്രോൺ ചാർജ് ഓഫ് T2G ഓർബിറ്റൽ എന്ന് പറയുന്നത് NO2ലേക്കാണ് കൂടുതലായിട്ട് ഷിഫ്റ്റ് ചെയ്യുക. അതേ മെറ്റലുമത്തെ നെഗറ്റീവ് ചാർജ് അല്ല ഇലക്ട്രോൺ ചാർജ്, ആ ചാർജ് എന്ത് സംഭവിച്ചു, ഈ പൈ ബോണ്ടിങ് നടക്കുന്ന കാരണം ഈ ഓവർലാപ്പ് മാക്സിമം ആക്കാൻ വേണ്ടിയിട്ട് NO2ലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുക. അതായത് CLൻ്റെ ലീവിങ് ഗ്രൂപ്പ് ആയിട്ടുള്ള CLൽ നിന്ന് ഇലക്ട്രോൺ ചാർജ് ഷിഫ്റ്റ് ചെയ്തിട്ട് NO2ലേക്കാണ് കൂടുതലായിട്ട് നിൽക്കുക. അപ്പോൾ CLമ്മ എന്ത് സംഭവിച്ചു, ഒരു ഇലക്ട്രോൺ ചാർജിൽ ഡിക്രീസ് സംഭവിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് എന്ത് സംഭവിച്ചു, നമ്മുടെ H2O അക്വേഷൻ ആണോ നടക്കുന്നത്. ഇപ്പോൾ ലോൺ പെയർ ഉണ്ട് H2Oമിലേക്ക്, അത് അറ്റാച്ച് ചെയ്ത സമയത്ത് ഈ അതായത് ലീവിങ് ഗ്രൂപ്പ് എവിടെയാണോ ഉള്ളത് ആ ഭാഗത്തേക്കാണ് എന്ത് വരിക, റിപ്പൽഷൻ ഏറ്റവും കുറവ് വരിക. കാരണം T2G ഇലക്ട്രോൺസ് എവിടെയാണോ ഉള്ളത് അതിൽ നിന്ന് ആ സ്ഥലത്താണ് റിപ്പൽഷൻ കൂടുതൽ ഉണ്ടാവുക. കാരണം ഓൾറെഡി H2O എന്തുണ്ട്, ലോൺ പെയർ ഉണ്ട്. അപ്പോൾ ഈ T2G ഇലക്ട്രോൺസ് ആണെങ്കിൽ എന്ത് സംഭവിച്ചു, NO2 ലിഗാൻഡിൻ്റെ അടുത്തേക്ക് ഷിഫ്റ്റ് വഴി അങ്ങോട്ടേക്ക് പോയി CLമ്മയ്ക്ക് ആ ഒരു ക്രൗഡോ റിപ്പൽഷനോ വരുന്നില്ല. അപ്പോൾ CL എവിടെയാണോ ഉള്ളത് അതിനോട് സിസ്സായിട്ടായിരിക്കും OH2 അല്ലെങ്കിൽ അക്വേഷന് വേണ്ടിയിട്ട് വാട്ടർ മോളിക്യൂൾ വന്നിട്ട് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ CLൻ്റെ പ്രത്യേകത എന്താ, CL കൊബാൾട്ടിനോട് സിസ്സായിട്ടാണ് നിൽക്കുന്നത്, പക്ഷേ NO2നോട് ട്രാൻസ് ആയിട്ടാണ് നിൽക്കുന്നത്. തെറ്റരുതാണ് പറഞ്ഞത്, ട്രാൻസ് ടു NO2 ഗ്രൂപ്പ്. അപ്പോൾ വരുന്ന OH2 മോളിക്യൂൾ എങ്ങനെയാണ് വരിക, ട്രാൻസ് ടു NO2 ഗ്രൂപ്പ്, സിസ് ടു ലീവിങ് ഗ്രൂപ്പ്. അത് തെറ്റരുത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന നമ്മുടെ ഈ മോളിക്യൂൾ വന്നിട്ട് CO ആറ്റത്തുമ്പോൾ അറ്റാക്ക് ചെയ്തു. എന്നിട്ട് എന്ത് സംഭവിച്ചു, സിസ് ടു CO ഗ്രൂപ്പ് ലീവിങ് ഗ്രൂപ്പ് വന്നു. നമ്മുടെ പൈ ബോണ്ടിങ് ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി ഈസി ആയിട്ട് നടന്നു. ഇനി എന്താണ് ഈ നോക്കുന്ന ഇപ്പം നമ്മൾ നോക്കിയ കേസിൽ പൈ ആക്സെപ്റ്റർ ലിഗാൻഡ് NO2 പോലുള്ള ആക്സെപ്റ്റർ ലിഗാൻഡ് ഉള്ള സമയത്ത് ഈ പൈ ആക്സെപ്റ്റർ വരുന്ന കാരണം എന്ത് സംഭവിച്ചു, OH2 ഗ്രൂപ്പിന് CO ഗ്രൂപ്പിനോട് കൊബാൾട്ടിനോട് ഉള്ള ആ ഒരു ബോണ്ടിങ് എളുപ്പമായി. അപ്പോൾ ഈ കേസിൽ എന്ത് സംഭവിച്ചു, ഇത് ഫേവർ ചെയ്യുന്നത് അസോസിയേറ്റീവ് SN2 മെക്കാനിസം ആണ്. നേരത്തെയുള്ള എല്ലാ കേസിലും ഡിസോസിയേറ്റീവ് SN1 മെക്കാനിസം ആയിരുന്നു. പൈ ആക്സെപ്റ്റർ വരുന്ന കേസിൽ പക്ഷെ എന്താണ്, അസോസിയേറ്റീവ് SN2 മെക്കാനിസം ആണ്. അപ്പോൾ SN1 നടക്കാനുള്ള സാധ്യതയില്ല. അതിന് വേറൊരു കാരണം കൂടി ഉണ്ട്, നമ്മുടെ NO2 ഗ്രൂപ്പിൽ ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഇൻഡക്റ്റിംഗ് ഇഫക്റ്റ് ഉണ്ട്. അതുകൊണ്ട് എന്താണ് COCl ബോണ്ടിൽ ഇലക്ട്രോൺസ് മറ്റേ നമ്മുടെ COCl ബോണ്ടിൽ നിന്ന് ഇലക്ട്രോൺസ് NO2 ഡയറക്ഷനിലേക്കാണ് വലിക്കുക. അപ്പോൾ ഡിസോസിയേഷൻ ഓഫ് COCl കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും. ഡിസോസിയേറ്റ് ചെയ്യണമെങ്കിൽ അവർ തമ്മിൽ COCl ബോണ്ട് ഡിസോസിയേറ്റ് ചെയ്യണമല്ലോ. പക്ഷെ ഇതിലേക്കുള്ള മൊത്തം ഇലക്ട്രോൺസ് എല്ലാ ബോണ്ടിങ് ഇലക്ട്രോൺസും NO2ൻ്റെ അടുത്തേക്കാണ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കാരണം വലിക്കുക. അപ്പോൾ ആ രണ്ട് ബോണ്ട് COCl ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് CLനെ റിലീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിസോസിയേഷൻ അവിടെ പോസിബിലിറ്റി വളരെ കുറവാണ്. അപ്പോൾ അവിടെ അസോസിയേഷനാണ് നടക്കുക. ഇനി എന്താണ് ഇപ്പോൾ ഇത് നമ്മൾ ട്രാൻസ് പറഞ്ഞ പോലെ സിസ് വരുന്ന കേസ്, അതായത് NO2ഉം CLും സിസ് ആയിട്ട് വരുന്ന കേസിൽ, അതായത് ഇങ്ങനെ ഓപ്പോസിറ്റ് വരയ്ക്കാതെ അടുത്ത് വരയ്ക്കുന്ന കേസിൽ എന്ത് വരും, ഇതിൽ സിസ് പൊസിഷനിൽ വരുന്ന സമയത്ത് നേരത്തെ പോലെ പൈ ബോണ്ടിങ് അത്ര ഉണ്ടാവില്ല. പൈ ബോണ്ടിങ്ങിന് എക്സ്റ്റെൻറ്റ് കുറവാണ്. അതുകൊണ്ട് ഇലക്ട്രോൺ ചാർജ് എന്ത് സംഭവിക്കും, അതായത് NO2 ഉള്ള സമയത്ത് NO2 ട്രാൻസ് ആയിട്ട് വരുന്ന സമയത്താണ് നന്നായിട്ട് ഈ T2G ഇലക്ട്രോൺ നമുക്ക് വരയ്ക്കാൻ പറ്റും. പക്ഷേ ഇത് സിസ് ആയിട്ട് വന്നപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലാത്തത് കൊണ്ട് NO2 CLൻ്റെ അടുത്തായിട്ടാണല്ലോ നിൽക്കുക. അപ്പോൾ അങ്ങോട്ട് വലിക്കാൻ അധികം അത്ര ഇഫക്റ്റീവായിട്ട് വലിക്കാൻ പറ്റില്ല.
അപ്പോൾ എന്ത് സംഭവിച്ചു, ലിഗാൻഡിനെ അറ്റാക്ക് ചെയ്യാനും COOH2 ബോണ്ട് ഫോർമേഷൻ അത്ര എളുപ്പമാവില്ല, ട്രാൻസിൻ്റെ അത്രയ്ക്ക് എളുപ്പമാവില്ല. അപ്പോൾ അക്വേഷൻ ഓഫ് സിസ് കോംപ്ലക്സ് സ്ലോവർ ദാൻ അക്വേഷൻ ഓഫ് ട്രാൻസ് കോംപ്ലക്സ് ആയിരിക്കും. പക്ഷേ നമുക്ക് ഈ പൈ ബോണ്ടേ ഫോം ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലാത്ത മോളിക്യൂൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സിസ് മോളിക്യൂൾ കുറച്ചും കൂടെ അക്വേഷൻ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിരിക്കും. പക്ഷേ മറ്റേ ട്രാൻസിനേക്കാളും സിസ് സ്ലോ ആയിരിക്കും. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ട്രാൻസിനാണ് റേറ്റ് കോൺസ്റ്റൻറ്റ് കൂടുതൽ, സിസ്സിന് കുറവായിരിക്കും. ഇനി നമുക്ക് ഈ NO2 മാത്രമല്ല COCN പോലെയുള്ള പൈ-അക്സെപ്റ്റർ ലിഗാൻഡ്സ് വന്നാലും ഇതേപോലെയാണ് നടക്കുക. അതും SN2 മെക്കാനിസം ആണ് ഫേവർ ചെയ്യുന്നത്. പിന്നെ ഇൻ്റർമീഡിയറ്റ്സിൻ്റെ കേസ് ഉണ്ട്. ഇത്രയും കൂടെ ഉള്ളൂ. അപ്പോൾ ഈ ഇത് ജസ്റ്റ് പോയിന്റ്സ് എഴുതിയാൽ മതി, വരയ്ക്കാനൊന്നും നിൽക്കണമെന്നില്ല, ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. അപ്പോൾ ഇൻ്റർമീഡിയറ്റിൻ്റെ കേസ് എന്താണ്, നമ്മളിപ്പോൾ അക്വേഷൻ ഓഫ് സിസ് കോംപ്ലക്സ് എപ്പോഴും സിസ് കോംപ്ലക്സ് ആണ് തരിക, അക്വേഷൻ ഓഫ് ട്രാൻസ് കോംപ്ലക്സ് എപ്പോഴും ട്രാൻസ് പ്രൊഡക്റ്റ് ആണ് തരിക. സിസ്സുള്ള സാധനം എടുത്തു കഴിഞ്ഞാൽ സിസ് പ്രൊഡക്റ്റ് കിട്ടും, ട്രാൻസുള്ള സാധനം എടുക്കുകയാണെങ്കിൽ ട്രാൻസ് പ്രൊഡക്റ്റ് കിട്ടും. അതായത് അതിൻ്റെ ഓറിയൻറ്റേഷനിൽ വ്യത്യാസമില്ല, ഉള്ളിൽ വരുന്ന കേസുകളാണ് വ്യത്യാസം. അപ്പോൾ ഇതിൽ നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ 100% ഈൽഡ് കിട്ടുക അത് തന്നെ ആയിരിക്കും. അതായത് സിസ് എടുത്താൽ 100% സിസ്, ട്രാൻസ് എടുത്താൽ 100% ട്രാൻസ് ആണ് കിട്ടുക അത് അക്വേഷനിൽ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ട്രാൻസ് കോംപ്ലക്സിൻ്റെ എക്സാമ്പിൾ, ഒന്നാമത്തെ കോംപ്ലക്സിൻ്റെ എക്സാമ്പിൾ എടുക്കുമ്പോൾ സ്റ്റഡി ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത്, അതായത് ഈ കോംപ്ലക്സ് മനസ്സിലായത് അതൊരു പെൻറ്റാഗണൽ ബൈപിരമിഡൽ ഇൻ്റർമീഡിയറ്റ് ആയിരിക്കും അതിലുണ്ടാവുമെന്നാണ് നമുക്ക് മനസ്സിലായത്. പക്ഷേ ആ സമയത്ത് അത് നോക്കിയ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇൻ്റർമീഡിയറ്റ് എനർജറ്റിക്കലി അൺഫേവറബിൾ ആണ്. കാരണം 4 മെറ്റൽ ലിഗാൻഡ് ബോണ്ടിനെ റീഅഡ്ജസ്റ്റ് ഒക്കെ ചെയ്തിട്ട് വേണം, അപ്പോൾ അത് അൺഫേവറബിൾ ആണ്. അപ്പോൾ അതിനൊരു ഓൾട്ടർനേറ്റീവ് ഇൻ്റർമീഡിയറ്റ് ഉണ്ട്, അതാണ് നമ്മുടെ ഒക്ടാഹിഡ്രൽ വെഡ്ജ്. നേരത്തെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒക്ടാഹിഡ്രൽ വെഡ്ജിന് കുറച്ചും കൂടെ എനർജി കുറവ് മതി, കുറച്ചുകൂടെ നന്നായിട്ട് ഈ മെക്കാനിസം നടക്കും. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചറാണ് ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ സ്ട്രക്ചർ മാത്രം ജസ്റ്റ് നോക്കി വെച്ചാൽ മതി, ബാക്കി റിയാക്ഷൻസ് ഒന്നും വേണമെന്നില്ല. മീൻസ് ഇത് ഒന്നുമില്ല, സിസ്സായിട്ട് വരുന്ന സമയത്ത് പ്രൊഡക്റ്റ് ഇങ്ങനെ ഉണ്ടാകുന്നു, ട്രാൻസ് ആയിട്ട് വരുന്ന സമയത്ത് പ്രൊഡക്റ്റ് ഇങ്ങനെ ഉണ്ടാകുന്നു. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, രണ്ടും സിമിലർ ആണ്. അപ്പോൾ അത്രയാണ് അക്വേഷൻ.